ഈ അന്വേഷണം പോകുന്നത് കൃത്യമായ പാതയിലൂടെയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി, വാസു, പത്മകുമാർ, ഈ ട്രയാങ്കിളിനുള്ളിലെ ഈ ശബരിമലയിലെ ഈ വൻ കൊള്ളയുടെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ട്രയാങ്കിളിൽ നിന്നുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാനാണ് നിലവിലത്തെ കേരള ഭരണം നടത്തുന്ന LDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ M.K. ഹരിദാസ്, ഇന്നും ഹൈക്കോടതിയുടെ ജാമ്യ ഹർജി കേൾക്കുന്ന ബെഞ്ച് അന്വേഷണം മന്ദഗതിയിലാണല്ലോ എന്നാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത് എന്നൊരു പരാമർശം നടത്തി. അന്വേഷണം നടക്കുന്നുണ്ട്, അവരെ കൊണ്ട് പറ്റാവുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം മുൻ മന്ത്രിയുടെ മൊഴിയെടുക്കുന്നു. അതിൽ തുടർ നടപടി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അന്വേഷണം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ്. സമ്പൂർണ്ണമായി ഈ കൊള്ളയുടെ പിന്നിലുള്ള ആളുകളെ പൂട്ടുകയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എവിടെ അഭിലാഷേ, ഇവിടെ ശ്രീ അരുൺകുമാർ പറഞ്ഞു 11 ഇൻട്രീം ഓർഡറുകൾ ഇറക്കിയ കോടതി ഈ അന്വേഷണത്തിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഇൻട്രീം ഓർഡറിലൊക്കെ കോടതിക്ക് അതൃപ്തി രേഖപ്പെടുത്തിയിട്ട് എന്തെഴുതാനാണ് അതിൽ പ്രത്യേകിച്ച് ഈ അന്വേഷണം പോകുന്ന? കാരണം കേസ് ഡയറിയോ അല്ലെങ്കിൽ ഒരു ഭാഗികമായിട്ടുള്ള കുറ്റപത്രമോ ആർക്കും എതിരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു കുറ്റപത്രത്തിൻ്റെ ഏടുകളിലൂടെ ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കോടതിക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇനി അതവിടെ നിൽക്കട്ടെ, കോടതി നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ ശബരിമലയിലെ ഇപ്പോഴുള്ള സ്വത്തുക്കളുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണ കമ്മീഷൻ്റെ എന്തെങ്കിലും ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പേപ്പറുകൾ ഹൈക്കോടതിയിൽ കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയല്ലേ ഈ അന്വേഷണം ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്, ഈ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടോ എന്നൊക്കെ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിലെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, വാസു, പത്മകുമാർ, ഈ ട്രയാങ്കിളിനുള്ളിലെ ഈ ശബരിമലയിലെ ഈ വൻ കൊള്ളയുടെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ട്രയാങ്കിളിൽ നിന്നുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാനാണ് നിലവിലത്തെ കേരള ഭരണം നടത്തുന്ന LDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടാണെങ്കിൽ, സാധാരണക്കാരായ പ്രതിനിധികൾ, അവർ നമ്മൾ പറയില്ല, ഒരു സൂപ്പർ മാർക്കറ്റിലാവും, ഒരു ചായക്കടയിലാവും, ഒരു മരണ വീട്ടിലാവും, ഒരു കല്യാണ വീടിൻ്റെ തലേ ദിവസമാകാം, സംസാരിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അന്വേഷണം പോകുന്നത് കൃത്യമായ പാതയിലൂടെയല്ല. കാരണം അഭിലാഷ്, ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. കേരള ഹൈക്കോടതിയിൽ 2024 ജൂലൈ മാസത്തിൽ ഞാനൊരു പൊതുതാൽപര്യ ഹർജി കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബെഞ്ചിൽ. എന്തിനാണെന്നറിയോ? കേരളത്തിൽ 94 റിട്ടയേർഡ് ജഡ്ജി കൃഷ്ണനുണ്ണി കമ്മീഷൻ എന്ന് പറയുന്നിട്ട് സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മീഷൻ ക്ഷേത്ര സ്വത്തുക്കളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണനുണ്ണി കമ്മീഷൻ്റെ അഭിപ്രായം ആരായാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും കൃഷ്ണനുണ്ണി കമ്മീഷനെ 94 നിയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് 2024 സ്ഥിതിവിശേഷം അന്വേഷിച്ചപ്പോൾ ശബരിമല, ഗുരുവായൂർ, കൊച്ചിൻ, മലബാർ ദേവസ്വം ബോർഡുകളുടെ ഒരു സ്വത്തിൻ്റെയും കണക്കെടുത്തിട്ടില്ല എന്നുള്ള വിവരം വെച്ചിട്ടാണ് ഞാനൊരു പൊതുതാൽപര്യ ഹർജി കൊടുത്തത്. ആ പൊതുതാൽപര്യ ഹർജി കേട്ടിട്ട് അന്ന് ഉണ്ടായിരുന്ന ജഡ്ജി മാറിയിട്ട് ഇപ്പോൾ വേറെ ജഡ്ജി വന്നിട്ടുണ്ട്. ആ ജഡ്ജി ചോദിച്ചത്, എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ക്ഷേത്ര സ്വത്തുക്കളുടെ കണക്കെടുത്തിട്ട് അതിൻ്റെ മൂല്യം നിശ്ചയിക്കാൻ ഇതുവരെ 94 പരമോന്നത നീതിപീഠം ഉത്തരവിട്ടിട്ട് ഇതുവരെ ആയിട്ടില്ല എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ 94 ഈ കൃഷ്ണനുണ്ണി കമ്മീഷൻ ഇത് കൃത്യമായിട്ട് ക്ഷേത്ര സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം നടത്തണമെന്ന് പറഞ്ഞത് പ്രാവർത്തികമാക്കിയിരുന്നുവെങ്കിൽ കൊണ്ടുപോയ പാളി ചെമ്പാണ്, അത് സ്വർണ്ണമല്ല എന്നുള്ള നിലയ്ക്കൊരു വർത്തമാനം വരില്ല. കാരണം ചെമ്പുപാളിയുടെ വിലയല്ലല്ലോ സ്വർണ്ണപ്പാളിക്ക്. അപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് 45 ലക്ഷം രൂപ വിലയുള്ളൊരു സാധനമാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മഹസറിലോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന വ്യക്തിയുടെ രേഖകളിലോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയത് ചെമ്പുപാളിയാണെന്ന് പിന്നീട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ദേവസ്വം ഭരണത്തെ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള ആരായാലും, അത് ഇടതുപക്ഷം എന്നൊന്നും പറയുന്നില്ല, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അതിനെ അങ്ങേയറ്റം ലാഘവ ബുദ്ധിയോടെ കണ്ടതിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യം പറയുന്നത്. നമ്മുടെ TP ചന്ദ്രശേഖരൻ വധത്തിലെ അന്വേഷണം കൊണ്ടുചെന്ന് എത്തിച്ചത് പറയുമ്പോൾ അന്ന് UDF ആണ് ഭരിക്കുന്നത്. അന്തർധാരയുടെ പേരിൽ എവിടെ ഒരു അന്വേഷണം എത്തിയെന്നുള്ളത് നമുക്കറിയാം. കരുവന്നൂരിലെ 400 കോടി രൂപയുടെ ഒരു അങ്ങേയറ്റം കുംഭകോണം നടന്നിട്ട് ഒരു KP അരവിന്ദാക്ഷനിലേക്ക് എത്തിയിട്ട് അവിടെ പടിവാതിലുകൾ അടയ്ക്കാൻ ഇപ്പോഴത്തെ ഭരണത്തിനായി എങ്കിൽ ഈ അന്വേഷണം സുരേന്ദ്രനിലേക്കൊന്നും എത്തില്ല. ഈ ചോദ്യം ചെയ്യലിനോട് സുരേന്ദ്രൻ നല്ല പുള്ളിയായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്.